കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷനയ്ക്ക് സർക്കാർ സഹായം. സർക്കാർ ആശുപത്രിയിൽ ജോലി നൽകുമെന്ന് ആരോഗ്യമന്ത്രി ഉറപ്പ് നൽകിയതായി ഹർഷന. ഓർഡർ അടിച്ചിട്ടുണ്ട്. അവിടെ പോയി കയ്യിൽ വാങ്ങിക്കോളാൻ പറഞ്ഞ ജോലീൻ്റെ ഓർഡർ നമുക്ക് എവിടെയാണോ നമ്മളെ തൊട്ടടുത്ത് ഏതാണോ നമ്മൾ അടുത്തുള്ളത് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തന്നെയാണ്. അവിടെ തന്നെ നാളെ തന്നെ ജോയിൻ ചെയ്യാവുന്ന രൂപത്തിൽ നമുക്ക് ഓർഡർ അടിച്ച് കിട്ടിയിട്ടുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഞാൻ വല്ലാത്തൊരു സമാധാനത്തിലാണ്, അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. ഈ ഒരു മുഖ്യമന്ത്രി വി.ഡി. സതീശൻ, ഈ ഒരു സർക്കാരും ജനങ്ങളോടൊപ്പം ഉള്ള സർക്കാരാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. നമ്മൾ പല തെരുവിൽ കിടന്നപ്പം പോലും നമ്മൾ അവഗണിച്ച് വിട്ടിട്ട് രാഷ്ട്രീയ പ്രേരിത സമരം എന്നൊക്കെ ഇത്രയും വേദന തിന്ന ഒരു മനുഷ്യനെ അവഗണിച്ച് കളിയാക്കി വിട്ടവർക്കുള്ള ഒരു ഏറ്റവും വലിയ മറുപടി കൂടിയാണ് ഈ നിമിഷം ഇപ്പോൾ പുലർന്നിരിക്കുന്നത് എന്നുള്ളത്. നഷ്ടപരിഹാരം നമുക്ക് അർഹതപ്പെട്ട നഷ്ടപരിഹാരം എത്രയാണോ അത് തീർച്ചയായും നമുക്ക് നൽകുന്ന ഉറപ്പ് തന്നിട്ടുണ്ട് നമുക്ക് മുഖ്യമന്ത്രി. എന്നാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷനയ്ക്കാണ് സർക്കാരിന്റെ സഹായം ലഭിച്ചിരിക്കുന്നത്. സർക്കാർ ആശുപത്രിയിൽ ജോലി നൽകുമെന്ന് ആരോഗ്യമന്ത്രി ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഹർഷനയ്ക്ക്. അപർണ കേസുണ്ട് വിവരങ്ങളുമായി. അപർണ, ഒടുവിൽ ഹർഷനയ്ക്ക് നീതി എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഒടുവിൽ ഹർഷനിക്ക് നീതി ലഭിച്ചിരിക്കുകയാണ്. UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഹർഷനിക്ക് നീതി ലഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 8 കൊല്ലങ്ങളായി ഹർഷന ഈ കടുത്ത നിയമ പോരാട്ടത്തിൽ തന്നെയായിരുന്നു. പ്രസവ ശസ്ത്രക്രിയക്കിടയിലാണ് ഇത്തരത്തിലുള്ള ഹർഷനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങുന്നത്. ഇത് കണ്ടെത്തി നീക്കം ചെയ്തിരുന്നു. ഇതിനെതിരെ ഹർഷന നിയമ നടപടികൾക്ക് പോയിരുന്നു. ആ സമയത്തുണ്ടായിരുന്ന പിണറായി സർക്കാർ ഹർഷനിക്ക് വേണ്ട സഹായങ്ങൾ നൽകാതെ ഹർഷന നടത്തിയ സമരങ്ങളെല്ലാം അടിച്ചമർത്തുന്ന ഒരു രീതിയാണ് പിന്തുടർന്നിരുന്നത്. ആ സമയത്തെല്ലാം പ്രതിപക്ഷത്ത് നിന്ന് UDF പറയുകയുണ്ടായിരുന്നു, തങ്ങൾ അധികാരത്തിൽ വന്നാൽ ഹർഷനയ്ക്ക് അർഹമായ നീതി നൽകും എന്ന്. അതിപ്പോൾ പ്രാവർത്തികമാക്കിയിരിക്കുകയാണ്. ഹർഷനയ്ക്ക് നീതി ലഭിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും കണ്ട ശേഷം ഹർഷന മാധ്യമങ്ങളോടാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ഹർഷനയ്ക്ക് ജോലി നൽകാമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചതായി ഹർഷന മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്നും ഹർഷന പറഞ്ഞു. കിട്ടുന്ന തുകയ്ക്കപ്പുറം തനിക്ക് നീതി കിട്ടി എന്നാണ് ഹർഷന വ്യക്തമാക്കുന്നത്. തന്റെ സമരങ്ങളെ രാഷ്ട്രീയ പ്രേരിതമായ സമരങ്ങളെന്ന് അടിച്ചമർത്താൻ ശ്രമിച്ചവർക്കുള്ള ഒരു മറുപടിയായിട്ട് ആണ് ഇപ്പോൾ തനിക്ക് ലഭിച്ചിരിക്കുന്ന നീതി എന്ന് ഹർഷന വ്യക്തമാക്കുന്നു. ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അടക്കം ഹർഷന നന്ദി പറയുന്നുണ്ട്. തനിക്ക് കഴിഞ്ഞ 8 കൊല്ലമായി തനിക്ക് ഉറക്കമില്ലായിരുന്നു. ഇപ്പോഴാണ് തനിക്ക് അതിനൊരു ആശ്വാസമായത്. തനിക്ക് നീതി ലഭിച്ചിരിക്കുകയാണ്. ഞാൻ അനുഭവിച്ച വേദനകൾക്കെല്ലാം ഇപ്പോൾ ഒരു ആശ്വാസം ലഭിച്ചു എന്നും ഹർഷന മാധ്യമങ്ങളോട് വ്യക്തമാക്കി. UDF പറഞ്ഞതുപോലെ തന്നെ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഹർഷനയ്ക്ക് നീതി ഉറപ്പാക്കുമെന്ന് UDF പറഞ്ഞിരുന്നു. അത് അധികാരമേറ്റ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നടപ്പാക്കിയിരിക്കുകയാണ്. ശരി, അപർണയാണ് വിവരങ്ങൾ നൽകിയത്.